നമസ്കാരം. വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ പദ്ധതിയുമായി ഒമാൻ. ഇന്ത്യക്കാരെ ആകർഷിക്കാനായി വളരെ കുറഞ്ഞ നിരക്കിൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് ഒമാൻ പ്രഖ്യാപിച്ചു. വെറും 5 റിയാലിന്, അതായത് ഏകദേശം 1000 രൂപയ്ക്കാണ് ഇന്ത്യക്കാർക്ക് 10 ദിവസത്തെ ടൂറിസ്റ്റ് വിസ ഒമാൻ വാഗ്ദാനം ചെയ്യുന്നത്. ആകർഷകമായ നിരവധി വാഗ്ദാനങ്ങളാണ് ഒമാൻ ടൂറിസം മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്നത്. ഇതുകൂടാതെ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ, 3 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള വിമാനയാത്ര, കുറഞ്ഞ നിരക്കിലെ താമസം, പൈതൃക കേന്ദ്രങ്ങൾ, ബീച്ചുകൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി ഒമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഒമാനിലേക്ക് വെറും 2.5 മണിക്കൂർ യാത്ര മാത്രമാണ് ഉള്ളത്. പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒമാൻ ടൂറിസം മന്ത്രാലയം ഇന്ത്യൻ നഗരങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. നിരവധി ഇന്ത്യൻ കമ്പനികളും ഒമാനിൽ നിന്നുള്ള 200-ലേറെ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് വിവാഹ പാർട്ടികൾ നടത്താനും സമ്മേളനങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവ നടത്താനും ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ബീച്ചുകൾ, മലനിരകൾ, മണൽ തീരങ്ങൾ, മരുപ്പച്ചകൾ തുടങ്ങിയ അനന്തമായ കാഴ്ചകളാണ് ഒമാനിൽ ഉള്ളത് എന്നിരിക്കെ പുതിയ പദ്ധതി വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമാണ്. സാഹസിക വിനോദസഞ്ചാരത്തിന് ലോകോത്തര നിലവാരമുള്ള ഡെസ്റ്റിനേഷനുകളും ഒമാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒമാനിലെ കടൽ തീരങ്ങൾ സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ്, സർഫിംഗ് പോലുള്ളവ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മരുഭൂമിയിലെ ക്യാമ്പിങ്ങുകളും വ്യത്യസ്തമായ അനുഭവമായിരിക്കും സമ്മാനിക്കുക. സാൻഡ് ബോർഡിംഗ്, ഡ്യൂൺ ബാഷിംഗ്, ക്വാഡ് ബൈക്കിംഗ്, ക്യാമൽ സഫാരി തുടങ്ങിയവയ്ക്കുള്ള അവസരമാണ് ഒമാനിലെ മണൽപ്പരപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത്. പുരാതന ആധുനിക കൊട്ടാരങ്ങളും കോട്ടകളും വിനോദത്തിനപ്പുറം വാസ്തുകലകളിലെ വൈദഗ്ധ്യം വിളിച്ചോതുന്നവയാണ്. അൽ ആലം പാലസ്, ജബ്രിൻ കോട്ട തുടങ്ങിയവയാണ് ഒമാനിലെ പ്രധാന കൊട്ടാരങ്ങൾ. കപ്പൽ യാത്രകൾ, ട്രക്കിംഗ്, ഹൈക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ് തുടങ്ങിയവ സാഹസികതയുടെ അനന്ത സാധ്യതകളാണ് തുറന്നു വയ്ക്കുന്നത്. പദ്ധതിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അൽ അസാൻ ഖാസിം മുഹമ്മദ് അൽ ബുസൈദിയും കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും കൂടിക്കാഴ്ച നടത്തിയിരുന്നു.